സാറേ, ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്ന സമരങ്ങൾ നോക്കിയാൽ മതി. ഒരു ഭാഗത്ത് ആശാ വർക്കർമാരുടെ സമരം, CPO റാങ്ക് ലിസ്റ്റുകാർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി, സമരങ്ങളുടെ വേലിയേറ്റം. ഇവരൊക്കെ അവരുടെ ഓണറേറിയം ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ, തൊഴിലില്ലാത്തവർ തൊഴിലാവശ്യപ്പെടുമ്പോൾ അതിനൊക്കെ നെഗറ്റീവായി കാണുന്ന സർക്കാർ സാമ്പത്തിക ബാധ്യത എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സമരങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള സർക്കാരാണ് കോടികൾ ചെലവഴിച്ച് മാമാങ്കം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള മാമാങ്കങ്ങൾ ധൂർത്താണ്. ഇതുകൊണ്ടൊന്നും സർക്കാർ രക്ഷപ്പെടില്ല. ഇനി മൂന്നാമതും വരും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തേത് ഇവരുടെ അവസാനത്തെ ഗവൺമെൻറ് ആയിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈ ധൂർത്തിന് ഒരിക്കലും UDF കൂട്ടുനിൽക്കില്ല. ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുക. അല്ല, ഞാൻ പറഞ്ഞതാണ്, സമരക്കാർ പന്തൽ കെട്ടിയാൽ പൊളിക്കും. മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും സർക്കാരിന് പന്തൽ കെട്ടാൻ. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇവിടെയൊക്കെ ഏതാണ്ട് തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിലാണ് പിണറായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇത്തവണത്തെ ആഘോഷം. കഴിഞ്ഞ ലോക്സഭയിലെ നവകേരള സദസ്സിന് എന്താണോ ഉണ്ടായത് അത് തന്നെയാണ് ഈ 4ാം വാർഷിക ആഘോഷത്തിന് സംഭവിക്കാൻ പോകുന്നത്.